കർണാടകയിൽ കെഎസ്ആർടിസി ഉൾപ്പെടെയുള്ള സർക്കാർ ബസ്സുകളിൽ യാത്രാ നിരക്ക് ഉടൻ വർദ്ധിച്ചേക്കുമെന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കാരണം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ടിക്കറ്റ് നിരക്ക് കൂട്ടാൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനത്തെ 4 പൊതുഗതാഗത കോർപ്പറേഷനുകളും സർക്കാരിന് അപേക്ഷ നൽകിയിട്ടുണ്ട്. ബംഗളൂരു നഗരത്തിൽ സർവീസ് നടത്തുന്ന BMTC 44%, അന്തർ സംസ്ഥാന ദീർഘദൂര സർവീസുകൾ നടത്തുന്ന KSRTC 33% നിരക്ക് വർധനയ്ക്കാണ് അനുമതി തേടിയിരിക്കുന്നത്. സർവീസ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട ചിലവുകൾ കുത്തനെ ഉയർന്ന സാഹചര്യത്തിൽ നിരക്ക് വർധന നീട്ടിക്കൊണ്ടുപോയാൽ ബസ് സർവീസുകളുടെ സാമ്പത്തിക ഭദ്രത പൂർണ്ണമായും തകരുമെന്നാണ് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നത്. കർണാടകയിൽ കോൺഗ്രസ് സർക്കാർ സ്ത്രീകൾക്ക് സൗജന്യമായി ശക്തി പദ്ധതി ആരംഭിച്ചതോടുകൂടിയാണ് KSRTCയുടെ ശനിദശ തന്നെ തുടങ്ങാൻ കാരണം. ബംഗളൂരു നഗരത്തിൽ സർവീസ് നടത്തുന്ന BMTC 44%, അന്തർ സംസ്ഥാന ദീർഘദൂര സർവീസുകൾ നടത്തുന്ന KSRTC 33% നിരക്ക് വർധനയ്ക്കാണ് അനുമതി തേടിയിരിക്കുന്നത്. സർവീസ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട ചിലവുകൾ കുത്തനെ ഉയർന്ന സാഹചര്യത്തിൽ നിരക്ക് വർധന നീട്ടിക്കൊണ്ടുപോയാൽ ബസ് സർവീസുകളുടെ സാമ്പത്തിക ഭദ്രത പൂർണ്ണമായി തകരുമെന്നാണ് KSRTC പറയുന്നത്. യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടാൻ കോർപ്പറേഷനുകളെ പ്രേരിപ്പിച്ചത് പ്രധാനമായും കോൺഗ്രസ് സർക്കാരിന്റെ ശക്തി പദ്ധതിയാണ്. സംസ്ഥാനത്തുടനീളം സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര അനുവദിക്കുന്ന ഈ പദ്ധതി കോർപ്പറേഷനുകൾക്ക് വലിയ സാമ്പത്തിക ബാധ്യതയാണ് വരുത്തിവെച്ചത്. ഇതിനു പുറമെ ഇന്ധനവിലയിലുണ്ടായ വർധനയും ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണവും ബസ്സുകളുടെ അറ്റകുറ്റപ്പണി ചെലവുകൾ കൂടിയതും KSRTCയെ പ്രതിസന്ധിയിലാക്കി. നിലവിൽ ടിക്കറ്റ് വരുമാനം കൊണ്ട് ഈ വലിയ ചെലവുകൾ താങ്ങാനാകില്ല എന്നാണ് കോർപ്പറേഷന്റെ നിലപാട്. ബസ് യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കണമെന്ന കോർപ്പറേഷനുകളുടെ ആവശ്യം സർക്കാരിന്റെ പരിഗണനയിൽ ഉണ്ട് എന്നാണ് മുഖ്യമന്ത്രി DK ശിവകുമാർ പറയുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് സമഗ്രമായ ഒരു പഠന റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. സ്വകാര്യ ബസ്സുകൾക്കും മറ്റ് വാഹനങ്ങൾക്കും ലഭിക്കുന്ന നിരക്കിനേക്കാൾ ലിറ്ററിന് 40 രൂപയിലധികം തുക നൽകിയാണ് KSRTC ഡിപ്പോകൾക്കായി മൊത്തം ഡീസൽ വാങ്ങുന്നതെന്നും ഇത് വലിയൊരു ആശങ്കയാണ് സൃഷ്ടിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറയുന്നുണ്ട്. അതേസമയം KSRTCയുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുമ്പോൾ തന്നെ നിരക്ക് വർധനവ് സാധാരണക്കാരായ യാത്രക്കാർക്ക് അമിത ഭാരമാകരുതെന്ന കാര്യത്തിൽ സർക്കാരിന് നിർബന്ധമുണ്ടെന്ന് അദ്ദേഹം പറയുകയാണ്. അധിക വരുമാനം കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ ഇന്ധനം വാങ്ങുന്നതിനും ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നതിനും ബസ്സുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനും വലിയ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുമെന്നാണ് ഗതാഗത കോർപ്പറേഷൻ പറയുന്നത്. കനത്ത നഷ്ടം തുടർന്നാൽ അത് സംസ്ഥാനത്തെ പൊതുഗതാഗത സംവിധാനത്തിന്റെ ഗുണനിലവാരത്തെയും സർവീസുകളുടെ എണ്ണത്തെയും ബാധിക്കുമെന്നും വരും ദിവസങ്ങളിൽ തന്നെ ഇതിലൊരു തീരുമാനമുണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.